എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിൻ്റെ സ്കൂൾ തല സബ്ജില്ലാതല ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. ഏതു പേരിലാണ് ഈ രാജവംശം അറിയപ്പെട്ടിരുന്നത്? ഉത്തരം അറക്കൽ രാജവംശം. അടുത്ത ചോദ്യം, നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തുലാവർഷം. അടുത്ത ചോദ്യം, 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം കണ്ണൂർ. അടുത്ത ചോദ്യം, കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? ഉത്തരം കുറിച്യർ. അടുത്ത ചോദ്യം, വരിക വരിക സഹചരേ എന്ന കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അംശി നാരായണപിള്ള. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി. അടുത്ത ചോദ്യം, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ജോഹന്നാസ് ഗുട്ടൻബർഗ്. അടുത്ത ചോദ്യം, ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ഹാരപ്പ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അംബേദ്കർ ആണ്. ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? ഉത്തരം 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അടുത്ത ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആഡം സ്മിത്ത്. അടുത്ത ചോദ്യം, INA-യുടെ വനിതാ വിഭാഗമായ ഝാൻസി റെജിമെൻറ്റിൻ്റെ തലവൻ ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ജൈനമതത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? പാടലീപുത്രം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി വന്ന വർഷം ഏതാണ്? ഉത്തരം 1951. 1950 ഭരണഘടന നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഭൂപടങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്താണ്? ഉത്തരം കാർട്ടോഗ്രാഫി. അടുത്ത ചോദ്യം, ധാതുക്കളിൽ ഏറ്റവും കാഠിന്യം കൂടിയത് ഏതിനാണ്? ഉത്തരം വജ്രം. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിതഗൃഹ വാതകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ ആണ്. ഹരിതഗൃഹ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം CR ദാസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം നവംബർ 26. അടുത്ത ചോദ്യം, ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എഡ്വിൻ അർണോൾഡ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1937 ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത്. അടുത്ത ചോദ്യം, നവോത്ഥാനത്തിൻ്റെ കടിത്തൊട്ടിൽ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇറ്റലി. അടുത്ത ചോദ്യം, ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇവിടുത്തെ സംരക്ഷിത മൃഗം വരയാടാണ്.
ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, എൻ്റെ നിരീക്ഷണത്തിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ചെറുത്തു തോൽപ്പിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വരുന്ന തലമുറയെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിക്കുക. ഇതാരുടെ വാക്കുകളാണ്? ഉത്തരം മലാല യൂസഫ്സായ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം, സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത സൂര്യപര്യവേഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആദിത്യ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് മൗലവി സിയാവുദ്ദീൻ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു കടന്ന പോരാളി ആരായിരുന്നു? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, നാഷണൽ പഞ്ചായത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നാഷണൽ പഞ്ചായത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം നേപ്പാളിൻ്റെ പാർലമെൻറ്റ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം C. രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം ഏത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്? ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത ചോദ്യം, കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്? ഉത്തരം 42ാം ഭേദഗതി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഉത്തരം ഡാന്യൂബ് നദിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടവർ അത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? അതായത് അവിശ്വാസ പ്രമേയം ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ഉത്തരം ലോക്സഭയിൽ. അടുത്ത ചോദ്യം, കേരളം തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1987 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. അടുത്ത ചോദ്യം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1963 ആദ്യ റോക്കറ്റ് വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്വർണ്ണഖനന കേന്ദ്രമാണ് കോലാർ. കോലാർ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഉത്സവം ഏതായിരുന്നു? ഉത്തരം മാമാങ്കമാണ് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന കായിക വിനോദം. അടുത്ത ചോദ്യം, ദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഉത്തരം C. രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ നദിയായ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്?
ഉത്തരം ആനമല. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.